നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്കും സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഞാൻ ഒത്തിരി നാളായിട്ടോ ചേട്ടനൊന്ന് പിടിക്കണം എന്ന് പറഞ്ഞിരുന്നു. എനിക്ക് മനുഷ്യൻ നന്നായി ജീവിച്ചു പോണ്ട്, നിനക്ക് അത് കാണുമ്പോൾ പിടിക്കില്ല അല്ലേ? അല്ല, എനിക്ക് അമ്മയുടെ മീറ്റിംഗിലൊന്ന് ജസ്റ്റ് ഒന്ന് കിട്ടി. അമ്മയുടെ തിരിച്ചൊന്നും കിട്ടിയില്ല. തിരിച്ചെനിക്ക് തരുകയും ചെയ്തു. അത് വലിയ ട്രോളായിട്ടുണ്ട്. ജയഭാരതി ചേച്ചിയുടെ ഒപ്പം വന്നിട്ട് അവരുടെ പഴയ കാലം ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് ഓർത്തെടുത്ത് പോയി. എനിക്ക് ഒത്തിരി ഇഷ്ടമാട്ടോ. നമ്മളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇപ്പൊ വന്നല്ലേ. ഞാൻ എന്റെ ചെറുപ്പകാലം തൊട്ട് കാണുന്ന സിനിമയിലെ ആളല്ലേ. അച്ഛൻ്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി കൊതിച്ചാളാണ്. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞത്. ഞാൻ ഒന്ന് വിളിച്ചിട്ടുണ്ട് അല്ലേ, ഞാൻ ഒന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പിന്നീട് ഇരിക്കാൻ വീട്ടിൽ വരാനൊക്കെ പറഞ്ഞാണ്. അപ്പം പിന്നെ US പോയി. അങ്ങനെ യാത്ര ഉള്ളതുകൊണ്ടാണ് ഒത്തിരി സന്തോഷം. നമ്മൾ ഇമ്പമാർന്ന കഥകളുമായിട്ട് നമ്മൾ പോകാൻ പോവാണ് കുറച്ചു നേരം അല്ലേ. ഞാൻ ഇതിനു മുമ്പ് ഇന്റർവ്യൂ എടുത്താട്ടോ. ഞങ്ങൾ കുറെ നാളുകൾക്ക് മുമ്പ് 2 പ്രാവശ്യം ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. തിരിച്ചുവരവില് എന്റെ ഏറ്റവും ആദ്യത്തെ ഇന്റർവ്യൂ ഞാനായിരുന്നു എടുത്തത്. തിരിച്ചുവരവ് എനിക്ക് ഇഷാദ് എപ്പോഴും എന്റെ കൂടെ യാത്ര ചെയ്യുന്നതാണ്. അപ്പൊ ഇമ്പത്തിലേക്ക് നമുക്ക് പോവാം. ചീഫ് എഡിറ്ററാണ്. എന്റെ അതേ സ്ഥാനമാണ് ഈ ചാനലിന്റെ, എന്റെ അതേ സ്ഥാനമാണ് താങ്കൾക്കുള്ളത്. ആ പണി എങ്ങനെയുണ്ട്? അത് കൊള്ളായിരുന്നു, ഇഷ്ടായി. കരുണാകരൻ. പക്ഷേ അങ്ങ് ടിവിയുടെയാണ്, ഇതൊരു മാഗസിൻ്റെയാണ്. അത് ശ്രീജിത്ത് ചന്ദ്രനും ഞാനുമായിട്ട് കുറേ ദിവസത്തെ കുറേ മീറ്റിങ്ങിന് ശേഷം ഉണ്ടായ ഒരു എന്താ പറയുക, എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് നന്നായി വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസം കൊണ്ട് മാത്രം കാര്യമായില്ല. ഇല്ല. അന്നേരം ആ ഇമ്പം എന്ന് പറയുന്ന സിനിമ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ കഴിയാവുന്ന രീതിയിൽ വർക്ക് ചെയ്തിരിക്കുകയാണ്. അന്നേരം ഇപ്പം അതിൻ്റെ പ്രൊമോഷനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ വന്നിരിക്കുമ്പോൾ എൻ്റെയും എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരുടെയും അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർ, എൻ്റെ പ്രൊഡ്യൂസർ, ഇതിൽ വർക്ക് ചെയ്ത ആരുടെയും ഏറ്റവും വലിയ ആഗ്രഹം ഈ സിനിമ എല്ലാവരും ഒന്ന് കാണണം, കണ്ടതിന് ശേഷം ഈ സിനിമ നല്ലതാണെന്ന് പറയണം. അങ്ങനെ ഈ പുതിയതായി വന്നിരിക്കുന്ന ഈ ഡയറക്ടർക്കും ഞങ്ങൾക്കും എല്ലാം വീണ്ടും ഇതിനേക്കാൾ ഗംഭീരമായ വേഷങ്ങൾ കിട്ടണം. ഇതെല്ലാം കിട്ടണമെങ്കിൽ ഈ സിനിമ കാണികൾ, അല്ലെങ്കിൽ വർഷങ്ങളായി, എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ വർഷങ്ങളായി എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എൻ്റെ ഈ പറയുന്ന മല്ലൂസ് മലയാളീസ് എല്ലാം. ഞാൻ എപ്പോഴും ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ എപ്പോഴും സോഷ്യൽ മീഡിയയിലോ ഒന്നും വലിയ ആക്റ്റീവായിട്ടുള്ള ആളല്ല. ഇത് ഒരു നല്ല വേഷമാണ്, നല്ല ക്യാരക്ടറാണ്. അങ്ങനെ വരാൻ പറഞ്ഞ് ഞാൻ വന്നിരിക്കുകയാണ്. ഒരു വിശ്വാസമാണല്ലോ ചേട്ടാ. ചേട്ടൻ ഇപ്പൊ പറഞ്ഞു വെച്ചാൽ എന്നെ ഇഷ്ടപ്പെടുന്ന, ഇപ്പോഴും ചേട്ടനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ ഈ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും ചേട്ടനെ തേടി വരുന്നത്. അന്ന് തന്ന അതേ സ്നേഹം പുതിയ തലമുറ പ്രേക്ഷകരും ചേട്ടന് തരുന്നുണ്ട്. അതിന്റെ തെളിവ് തന്നെയാണ് ചേട്ടൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അത്ര ഇഷ്ടമാണ് ചേട്ടന് അന്നത്തെ തലമുറ മുതൽ ഇപ്പോഴത്തെ തലമുറ വരെ. അതെനിക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു എന്താ പറയുക, ഒരു അവാർഡാണ്, അല്ലെങ്കിൽ എനിക്കൊരു വലിയ പ്രോത്സാഹനമാണ്. അതാണ് എൻ്റെ ജീവിതത്തിലെ വലിയ നേട്ടങ്ങളിലൊന്ന്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എന്താ പറയണത്, അതുകൊണ്ടാണ് ഞാൻ കണ്ടമാനം എന്താ പറയണത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ കുറെ പടങ്ങളുടെ പ്രൊമോഷൻ വന്നെങ്കിൽ എനിക്ക് പടങ്ങൾ വേണ്ടേ. ഇപ്പൊ ഈ പടം ഉള്ളതുകൊണ്ടും ഈ പടത്തിലെ നല്ലൊരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കണത്. എന്നാ എനിക്ക് പടം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, പടം ഉണ്ടായിരുന്നല്ലോ. ഇടയ്ക്കൊക്കെ എത്ര പടങ്ങളുണ്ട്. പക്ഷെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ തനിച്ചു പോണ ഒരാളാണ്. അത് നിങ്ങൾ സ്റ്റഡി ചെയ്താൽ അറിയാം. ഞാൻ തനിച്ചു പോണ ഒരാളാണ്. ആ തനിച്ചുള്ള എൻ്റെ യാത്ര വളരെ കൂളാണ്, വളരെ എന്താ പറയുക, ഹമ്പിളാണ്. പക്ഷെ ഞാൻ ബോൾഡുമാണ്. ഞാൻ വിനയനല്ല, മനസ്സിലായി. ബട്ട് ഐ ആം ഹമ്പിൾ. ഒരു സംശയമില്ല. എനിക്കായിട്ടൊന്നിനും കഴിയില്ല എന്നും ഞാൻ ആരുമല്ല എന്നും ഇതൊക്കെ ഒരു ഹെവൻലി ഗിഫ്റ്റാണെന്നും ഒക്കെ ബോധ്യമുള്ള ആളാണ്. പക്ഷെ ഞാൻ വിനയനൊന്നുമല്ല. ഞാൻ ബോൾഡാണ്. ബിക്കോസ് അതെൻ്റെ ബോഡി ലാംഗ്വേജാണ്, അതെൻ്റെ മൈൻഡ് സെറ്റാണ്. ഞാൻ വന്ന വഴി അതാണ്.
അതുകൊണ്ട് എല്ലാത്തിലും ഞാനില്ല, എല്ലാത്തിലും ഞാൻ ഉണ്ടാകാനും പറ്റില്ല. എനിക്കവിടെ കംഫർട്ടബിൾ സോണിലേ എനിക്ക് പറ്റുള്ളൂ. എനിക്കും കൂടി ഒരു കംഫർട്ടബിൾ സോൺ തന്നെ. ഇതിനെ ഇനി വ്യാഖ്യാനിക്കരുത്. നിങ്ങൾക്ക് വേറൊരു കുഴപ്പമുണ്ട്. ഉദാഹരണത്തിന് ഒരു ഹീറോ വേറൊരു ഹീറോയെ പറ്റി, മലയാള സിനിമ ആദരിക്കുന്ന വേറൊരു ഹീറോ, എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഒരിക്കൽ ഒരു ഹീറോ അയാളെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് മമ്മൂട്ടിക്ക് അഭിനയം ഒരു ഭ്രാന്ത് പോലെയാണ് എന്നാണ് ഈ ആക്ടർ, ഈ ഹീറോ പറഞ്ഞു, ഈ അപ്കമിങ് ഹീറോ പറഞ്ഞത്. അന്ന് വീഡിയോയിൽ വന്നപ്പം ആ മറ്റേതങ്ങ് എടുത്ത് മറ്റേത് അഭിനയം വിട്ടു, മമ്മൂട്ടിക്ക് ഭ്രാന്താണെന്നാക്കി. ഇത് വന്നതാണ്, ഞാൻ കേട്ടത്. തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ആയേക്കല്ലേ പ്ലീസ്. ഞാൻ ഒതുങ്ങി ഒരിക്കലുമില്ല. ഇതിപ്പോ ഇത് പറഞ്ഞു വെച്ചപ്പോഴാണ് ഞാൻ ഒരു കാര്യങ്ങൾ പറഞ്ഞു വെച്ചപ്പോൾ, കഴിഞ്ഞ ദിവസം മമ്മൂക്കാടൊക്കെ ഇന്റർവ്യൂ എടുക്കുകയാണ്. അപ്പം വിജയരാഘവൻ ചേട്ടനും കുട്ടേട്ടനും മമ്മൂക്ക ഇരിക്കുവാണ്. അപ്പം കുട്ടേട്ടനടുത്ത് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടോ, മമ്മൂക്കയെ കുറിച്ചുള്ള കാര്യങ്ങൾ വെക്കുമ്പോൾ അപ്പൊ ഈ അഭിനയത്തിനെ കുറിച്ച് പറയാണ്. കുട്ടേട്ടൻ പറയാണ്, ഇദ്ദേഹത്തിന് ഇപ്പോഴും ആർത്തിയാണ്. അതല്ല ക്യാപ്ഷൻ, അഭിനയത്തിന്റെ ആർത്തിയാണ്. അതാണ് സത്യം, അതാണ് ഇപ്പോൾ. അപ്പൊ മമ്മൂക്ക നിങ്ങൾക്കും ആർത്തിയില്ലേ? എന്റെ അച്ഛനായിട്ട് അഭിനയിക്കാൻ വരെ. അവിടെ അഭിനയത്തിന്റെ ആണ്. അവിടെ എഴുതുമ്പം മമ്മൂക്കാക്ക് ആർത്തി എന്നല്ല എഴുതണ്ടേ, അഭിനയിക്കാനുള്ള ആർത്തി തീരുന്നില്ല, അതാണ് അഭിനയിക്കാനുള്ള ഭാഷ തീരുന്നില്ല. ഞാൻ കേട്ടതാണ്, അത് കൃത്യമാണ്. അത് കഴിഞ്ഞ് പിന്നീട് പറഞ്ഞപ്പോഴാണ് മനസ്സിലായി. അന്നേരത്തേനും ബാക്കിയുള്ളവർക്ക് വിചാരിക്കും ദൈവമേ കുഴപ്പമില്ലാതെ പോയിരുന്ന മമ്മൂട്ടിക്ക് ഭ്രാന്തായോ എന്ന ആദ്യത്തെ ഒരു ഇംപ്രഷൻ തോന്നും. പക്ഷെ അല്ല, മമ്മൂട്ടിക്ക് അഭിനയം ഒരു ഭ്രാന്താണ് എന്ന് പറയുമ്പോൾ അയാൾ അതിനോട് അത്രയും ഡെഡിക്കേറ്റഡ് ആണെന്നല്ലേ. അതെ അതെ അതെ, അതാണ് ഈ ഹീറോ, ഈ ചെറുപ്പക്കാരനായ ഹീറോ ഉദ്ദേശിച്ചത്. പക്ഷെ ടി വിയിൽ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു മമ്മൂട്ടിക്ക് ഭ്രാന്താണ്. ആദ്യത്തെ ഇല്ല, കൃത്യമാണ് ചേട്ടൻ പറയുന്നത്. ഈ തമ്പുലേനുകളാണ് ഈ മലയാള സിനിമ. നിങ്ങളില്ലാതെ പറ്റുമോ? പറ്റില്ല. നിങ്ങൾ ചെയ്യുന്ന എവിടെ പ്ലസ്സുകളുണ്ട്, അതിനെ ഞാൻ ബഹുമാനിക്കുന്നു. പല കാര്യങ്ങൾക്കും എന്താ പറയുന്നത്, ഒളിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും വെളിച്ചത്തേക്ക് കൊണ്ടുവരികയും നീതി നടപ്പാക്കുന്നതിനും സ്നേഹം ജനങ്ങൾക്ക് കിട്ടുന്നതിനും എന്താ പറയണത്, അല്ലെങ്കിൽ ജനങ്ങളുടെ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിനും മീഡിയയോട് ഞാൻ സല്യൂട്ടാണ്. ഈ മീഡിയ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ മീഡിയ മോർ അഡ്വാൻസ്ഡ് ആണ്, ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു കൊട്ടും കൊടുക്കും. അതെന്തിനാണ്? ഞങ്ങളെയൊക്കെ നിങ്ങൾ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ആ കൂടെ എനിക്കിട്ട് ഇന്നുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഭ്രാന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. കേട്ടില്ലേ? പിന്നെ കേട്ടില്ലേ? സോ വെൽ സെഡ്, സോ വെൽ സ്പോക്കൺ. ഞാനിപ്പോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ശരിക്കും നമ്മളെല്ലാവരും ആലോചിക്കുന്നത് തന്നെയാണ്. എല്ലാവരും പറയാൻ ആഗ്രഹിച്ച സാധനമാണ് പറഞ്ഞത്. യെസ്, വെരി ബ്യൂട്ടിഫുള്ളി ഹി ഹാസ് എക്സ്പ്രസ്ഡ് ഇറ്റ്. മീഡിയ വേണം. മീഡിയ എന്തെല്ലാം സർവീസാണ് ചെയ്യുന്നത്. ഞങ്ങളെ പിടിച്ചു നിർത്തുന്ന ആരാണ്? ഞങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ആരാണ്? എന്നും ലാലു ലക്സ് പിറവത്ത് ജീവിച്ചിരിക്കുന്ന ലാലു ലക്സിനെ ഇപ്പോൾ ഇമ്പം എന്ന് പറയുന്ന സിനിമയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, ഇപ്പം നമ്മുടെ അമ്പയുടെ മീറ്റിങ്ങിൽ വന്നപ്പോൾ താങ്കൾ ആ കാര്യങ്ങളൊക്കെ ഇട്ടു. അന്നേരം ആ കാര്യങ്ങൾ ഇട്ട വഴി ജയഭാരതി, ആ മാഡത്തിന്റെ കൂടെ ഞാൻ അഭിനയിച്ച സമയം, ഇതൊക്കെ അന്ന് ആ സിനിമ കണ്ടവർ ഇതെല്ലാം എന്നെയും ആ മാഡത്തെ ഓർക്കാൻ ഇടയാക്കുക. അന്നേരം നിങ്ങൾ ചെയ്യുന്ന വലിയൊരു കാര്യമാണത്. അത് വന്നില്ലായിരുന്നല്ലോ, അത് ഓർക്കുകയില്ല. അന്നേരം അത് വലിയൊരു പ്ലസ് തന്നെയാണ്. ആ പ്ലസിനോട് എപ്പോഴും എനിക്ക് സല്യൂട്ടാണ്. അതിനെ എന്നും ഞാൻ ബഹുമാനിക്കുന്ന ആള് തന്നെയാണ്. പക്ഷെ ഇങ്ങനെയുണ്ടല്ലോ എന്ന് ഞാനൊന്ന് പറഞ്ഞു പോയി. അത് ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നു. ഞാൻ മാത്രമല്ല, ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരെല്ലാം ഉൾക്കൊണ്ട കാര്യം തന്നെയാണ് ലാലു ലക്സ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ക്യാപ്ഷൻ അത് സത്യസന്ധമായി കൊടുത്താൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകും. പ്രേക്ഷകർ വായിക്കുക അല്ലെങ്കിൽ റീഡേഴ്സ് അത് വായിക്കുക എന്നുള്ളതും ഒരു ഡൗട്ടുണ്ട്. അത് കറക്റ്റാണ്. നെഗറ്റീവ് പബ്ലിസിറ്റി ആണല്ലോ ഇവിടെ കൂടുതൽ മാർക്കറ്റിംഗ്. ഭ്രാന്താണെന്ന് പറയുമ്പോഴാണ് ഇത്, അഭിനയത്തിന് ഭ്രാന്താണെന്ന് പറയുമ്പോൾ നമുക്ക് ഭ്രാന്ത് എന്താണ് നോക്കാനുള്ള ഒരു ത്വരയുണ്ടാവും. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇപ്പം ചേട്ടൻ പറഞ്ഞ ഒരു കാര്യത്തിൽ പറയാം, എന്നെ കുറിച്ച് കൃത്യം അറിയാവുന്ന ആളാണ്, എന്നെ ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്യുന്ന. നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് എന്നാണെന്നറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്ന് എന്തോ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ആളാണ്. ഞാൻ അങ്ങനെയാണ് കാണണം. പേഴ്സണാലിറ്റീസിനെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ വോയിസ്, നിങ്ങളുടെ പ്രസന്റേഷൻ, നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തികളോട് നിങ്ങൾ ഇടപെടുന്ന രീതി,
മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ ഇന്റർവ്യൂവിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും നേടിക്കൊണ്ടേ പോകും. ടാർഗറ്റ്. അതെ. പക്ഷെ ഞാനത് ചെയ്യുന്നത് ഇപ്പം ചെയ്യുന്ന ഒരു കാര്യത്തില് വിഷാഖ ചുമ്മാ ചിരിച്ചോണ്ട് ഞാൻ കാര്യങ്ങളിലേക്ക് പോകണം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചത്, ഇപ്പം ചേട്ടൻ പറഞ്ഞൊരു കാര്യം, ഞാൻ എന്തെങ്കിലും നേടിക്കൊണ്ടേ പോളെന്ന് പറയാം. ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ അത് കൃത്യമായി ഉള്ള കാര്യങ്ങളല്ല ചോദിക്കുന്നത് ചേട്ടൻ. ഓക്കെ, അതെ, ഞാൻ ഇല്ലാത്തത് കൈ നിട്ട് ചോദിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങ് ഈ പ്രൊഫഷന് കേപ്പബിൾ അല്ല എന്നോ, അല്ലെങ്കിൽ അത് മിടുക്കനല്ല എന്നല്ലേ ഞാൻ പറയണ്ടേ. ഞാൻ ഉദ്ദേശിച്ച മിടുക്കനാണെന്ന് തന്നെയാണ്. അതാണ് വേണ്ടത്. ഇപ്പം ഞാൻ വലിയൊരു ആക്ടറൊന്നും അല്ലെന്ന് എനിക്ക് ബോധ്യമുള്ള ആളാണ്. പക്ഷെ എവിടെയോ എന്നിൽ ഒരു ആക്ടിങ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും വർഷം എന്നെ ഒരിക്കലും മനസ്സിലായില്ലേ. അതായത് അത് എന്ന് പറയുന്ന പോലെ നമുക്ക് എവിടെയോ ഒരു കഴിവുണ്ട്. ആ കഴിവുള്ളത് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ അങ്ങേക്കുണ്ട്. ഒത്തിരി താങ്ക്സ്, ഒത്തിരി താങ്ക്സ്. എന്തായാലും ആ വാക്കുകൾ ഞാൻ രണ്ട് വാക്കുകളും, തലക്കെട്ടിന്റെ തമ്പലയിന്റെ വാക്കുകളും എന്നോട് പറഞ്ഞ വാക്കുകൾ ഞാൻ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് തന്നെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഞാൻ ചില സമയങ്ങളിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായി മറുപടി കിട്ടുമ്പോൾ ഞാൻ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന എന്നോട് എന്ത് വേണമെങ്കിലും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന രീതിയിലുള്ള മറുപടി പറയാൻ ഞാൻ തയ്യാറല്ല. ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനു വേണ്ടിയാണ് ചേട്ടനെ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ ഇന്റർവ്യൂ കിട്ടുന്ന ആഗ്രഹിച്ചു. കഴിഞ്ഞിട്ട് വേറൊരു ദിവസം ഇരിക്കാം. തീർച്ചയായും നമുക്കിപ്പോ പോകേണ്ട നമുക്ക് സിനിമ, നമുക്ക് വേണ്ടത് നമ്മുടെ സിനിമയാണ്, നമ്മുടെ സിനിമ. ഞാനതാണ് പറഞ്ഞത്. ഇപ്പൊ ചേട്ടൻ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ട നമ്മുടെ ഇമ്പം എങ്ങനെ ആളുകളുടെ അടുത്തേക്ക് എത്തിക്കാം, ആളുകൾ എങ്ങനെ തിയേറ്ററിലേക്ക് വരാം, ഇതാണ് നമ്മൾ ചർച്ച. ആ സിനിമയുടെ കഥാപാത്രങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ചയിലേക്ക് നമുക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും ചേട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ നിന്നാണ് കേട്ടോ. ഈ കഥാപാത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ സിനിമ ഇത് തുടങ്ങുന്ന ആദ്യ കാലഘട്ടത്തിൽ ഞാനുണ്ട്. അതിനുശേഷമാണ് ഇവരൊക്കെ വന്നത്. എനിക്കറിയാം ഇവരെ ഈ റോളിന് ഈ മാഡം വന്നത്, മീര വന്നത്, ഇർഷാദ് വന്നത് ഒക്കെ എനിക്കറിയാം. കാരണം അതിന് ഒരു 1.5 വർഷം മുമ്പ് മുതലേ, മിനിമം ഒരു വർഷം മുമ്പ് മുതൽ ശ്രീജിത്ത് ഞാനുമായിട്ടും ഈ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന മിസ്റ്റർ മാത്യു മെമ്പർ എൻ്റെ പഴയ ഒരു ഫ്രണ്ടാണ്. പുള്ളി സിനിമ എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് അഭിനയമാണ് പുള്ളി ആദ്യമേ തുടങ്ങിയത്. അതൊക്കെ എനിക്ക് അയച്ചു തരുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്നേരം ബാംഗ്ലൂര് എനിക്ക് 3-4 നല്ല സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളിൽ ഒരാളാണ് മിസ്റ്റർ മാത്യു മെമ്പർ. അന്നേരം ഞാനും മാത്യു മെമ്പറെയൊക്കെ ബാംഗ്ലൂര് ഞങ്ങൾ ഒന്നിച്ചൊന്ന് കൂടാറുണ്ട് വല്ലപ്പോഴും, ഈ സിനിമയിലേക്ക് മാത്യു മെമ്പർ വരുന്നതിന് മുമ്പ്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് മാത്യു മെമ്പർ എന്ന് പറയുന്ന അദ്ദേഹം ഈ സിനിമയിലേക്ക്, അതിനു മുമ്പ് സിനിമയായിട്ട് പുള്ളി അഭിനയിച്ചു പുള്ളിക്ക് ഒരു അവാർഡ് കിട്ടി. ഞാൻ ആ സിനിമ ഒത്തിരി പ്രൊമോട്ട് ചെയ്ത ആ സിനിമയുടെ എനിക്ക് അതിന്റെ ക്ലിപ്പിംഗ് ഒക്കെ അയച്ചു തന്നപ്പോഴാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ടോ? അന്ന് ഞങ്ങള് സുഹൃത്തായിരുന്ന സമയത്ത് ഒരിക്കലും മാത്യു മെമ്പർ എനിക്ക് അഭിനയിക്കാനോ അല്ലെ സിനിമയിലേക്ക് വരാനോ അങ്ങനെ ഒരു വിഷയം സംസാരിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു വിഷയം പറഞ്ഞു. അത് കഴിഞ്ഞാണ് ഇദ്ദേഹം വന്നു ഈ സിനിമയിലേക്ക് ഇദ്ദേഹം വന്നു. നേരെ ഞാൻ പറഞ്ഞു, ശ്രീജിത്ത് നിനക്ക് കിട്ടിയ ഒരു നല്ല ആള് തന്നെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ സിനിമ അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഈ സിനിമ പൂർണ്ണമായി തീർക്കും. അതുപോലെ തന്നെ ഈ സിനിമ പുറത്തിറക്കുകയും ചെയ്യും. പുള്ളിക്കറിയാം, പുള്ളിക്ക് കാര്യങ്ങൾ മനസ്സിലാകും. പുള്ളി അഭിനയിക്കാനൊക്കെ വന്നതും ഇതിലേക്ക് ആയതും ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പുള്ളി പഠിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ആ ഒരു കാര്യത്തിന് എൻ്റെ പ്രൊഡ്യൂസറായ ഇദ്ദേഹത്തോട്, എൻ്റെ ഫ്രണ്ട് ആണെങ്കിലും പിന്നീടാണല്ലോ പ്രൊഡ്യൂസറായി, അന്നേരം അദ്ദേഹത്തെ ഒന്ന് എടുത്തു പറയേണ്ട ഒരു ആ പേരെടുത്ത് പറയേണ്ട ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഞാൻ എടുത്തു പറയേണ്ട ഒരാളാണ് ഒന്നത്. പിന്നെ ശ്രീജിത്ത് ഡയറക്ടർ, ഞാൻ പഴയ ക്ലാസ്സാണ്, ഞാൻ അതിലാണ് എപ്പോഴും പോണത്. എനിക്ക് ഡയറക്ടർ കഴിഞ്ഞ് എനിക്ക് ആ പ്രൊഡ്യൂസർ പോലും ഉള്ളൂ. ഞാൻ പഴയ ക്ലാസ്, അതാണ് എൻ്റെ സിനിമയിൽ എൻ്റെ പ്രൊഡ്യൂസർ ആ കാലഘട്ടത്തോളം ഇത്രക്കും ബാക്കിലേക്ക് പോകുമ്പോൾ ഡയറക്ടർ കഴിഞ്ഞിട്ടാണ് പ്രൊഡ്യൂസർ, ഡയറക്ടറാണ് ഒരു സിനിമയുടെ ക്യാപ്റ്റൻ, എല്ലാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിന്ന് പിരിഞ്ഞു പോയ ശശിയേട്ടൻ, ഐവി ശശി. മനസ്സിലായി? ഇപ്പം ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ശ്രദ്ധിച്ച് കാണുമായിരിക്കും. ഇന്റർവ്യൂവിലാണ് എപ്പോഴും ഈ ശശിയേട്ടൻ്റെ ഒരു മാഗസിൻ ഇറങ്ങിയായിരുന്നു, ശശിയേട്ടനെ കുറിച്ച് ഒരു മാഗസിൻ, അധികം വിട്ടുപോയി പേര്, നമ്മുടെ ലീഡിങ് മാഗസിൻസ് ഉള്ള. അന്നേരം അതിൽ ചോദിച്ച ഒരു ചോദ്യങ്ങളിൽ എന്നോട് ചോദിച്ചു, ഞാൻ ഈ ശശിയേട്ടൻ്റെ വീടിൻ്റെ മുറ്റത്ത് ചാൻസ് ചോദിച്ചു പോയി നിന്നിട്ടുണ്ട് ഗേറ്റിങ്ങില്. മനസ്സിലായില്ലേ? ചാൻസ് ചോദിച്ചു പോയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ പോയി നിൽക്കും ഗേറ്റിൽ. അത് കഴിഞ്ഞിട്ട് മിനിമം ഈ ഡിസ്റ്റൻസിൽ നിന്ന് കുറച്ചുകൂടെ മാറിയിട്ടാ വീട്, വലിയ ഗേറ്റാണ്. നുങ്കമ്പാക്കം അയ്യപ്പൻ കോവിലിന് അപ്പുറയാണ്, മഹാലിംഗപുരം.
എന്നാലും പറഞ്ഞു വരുമ്പോ അങ്ങ് പറയുക, പറയട്ടെ. പിന്നെ ഒന്ന് കേൾക്കണം, പിന്നെ എല്ലാവരും കേൾക്കാനൊക്കെ അങ്ങനെ ശശിയേട്ടന്റെ വീടിന് മുമ്പിൽ പോയി നിൽക്കും. ശശിയേട്ടൻ പതുക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ മെയിൻ ഡോറ് തുറക്കുമ്പോൾ നമ്മളിങ്ങനെ നിൽപ്പുണ്ടാവും. അന്നത്തെ ബാക്ക് എഞ്ചിൻ ഓട്ടയാണ്. മദ്രാസിലാണ് ബാക്ക് എഞ്ചിൻ ഏറ്റവും ബജാജിന്റെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണേ. മേഴ്സിഡസ് ബെൻസ് ഇരിക്കുന്ന സുഖ, നല്ല റോഡും. രാവിലെ ഒരെണ്ണം എടുത്ത് ഇട്ടേക്ക് ഞാൻ. എന്നിട്ട് പല ഡയറക്ടേഴ്സിന്റെയും പല ഓഫീസിലും കേരളമാണ് ജോലി. ഇത് കഴിഞ്ഞ് വന്നാൽ റൂമിൽ വന്നിരിക്കും. അങ്ങനെ ശശിയേട്ടന്റെ വീട്ടിൽ ചെല്ലും. ശശിയേട്ടന്റെ എക്സ്പ്രഷൻ അല്ല ഒന്ന് ഓട്ടോ പോവും. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ചോദിച്ചു. അല്ലാതെ ഞാനിങ്ങനെ വാ എന്താണ്. അല്ല ഞാന് ഈ ഗാനം മറക്കുമോ എന്ന് പറഞ്ഞ സിനിമയൊക്കെ അഭിനയിച്ചു. ശശിയേട്ടന്റെ പടങ്ങളെല്ലാം ഞാൻ റെപ്രസെന്റേറ്റീവ് ആയിരുന്നപ്പം സകല സിനിമയും ഞാൻ കാണും. അന്ന് ആലപ്പുഴയിലെ ഷെറീഫ് സാർ സ്ക്രിപ്റ്റ് കൂടുതലും ശശിയേട്ടന്റെ. എക്സ്ക്യൂസ് മീ എന്ന് പറയുന്ന വേർഡ് ഷെറീഫ് സാറിന്റെ ഏത് സ്ക്രിപ്റ്റ് എടുത്തു ഡെഫിനറ്റ് ആ വേർഡ് ഉണ്ടാവും. ഇങ്ങനെ 1-2 ഡയലോഗ് പറഞ്ഞപ്പോഴേ പുള്ളി ബോറടിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി. ഞാനൊരു അന്നത്തെ എന്താ പറയണത്, എനിക്ക് എന്റെ വളരെ വളരെ മേ ബി ഒരു നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു 40 years ബാക്കുള്ള കാര്യം ഞാൻ പറയുന്നത്. മേ ബി 37 to 40 years. എന്തെങ്കിലും ഞാൻ വിളിക്കാം. ചെല്ലേ. താങ്ക് യു. ശശിയേട്ടൻ നേരിട്ട് കാണാനെത്തും. ഞാൻ ഹാപ്പിയാ. ചാൻസ് കിട്ടാതിരിക്കട്ടെ. കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട് നമ്മളിങ്ങനെ അവളുടെ ലാവുകളുടെ ഡയലോഗൊക്കെ ഞാൻ ഇപ്പോഴും പറയാം. ഈ നാടിന്റെ എന്റെ ഡയലോഗ് ഞാൻ ഇപ്പോഴും പറയാം. മനസ്സിലായില്ലേ എന്ന് പറയണല്ലേ? അതൊക്കെ കണ്ട് നമ്മൾ നിൽക്കുക. അങ്ങനെ പോണു. ഇങ്ങനെ 1-1.5-2 മാസമൊക്കെ കഴിഞ്ഞു. ഒരു ദിവസം ദൈവമേന്ന് വിചാരിച്ചു വീണ്ടും പോയി. പടത്തിലൊന്ന് അഭിനയിച്ചേ പറ്റൂ. നമ്മളിങ്ങനെ റൂമിൽ ഇങ്ങനെ ആകാശം നോക്കി കിടക്കുമ്പോഴേ ചെന്നു. എന്തോ വിളിച്ചു. വീട്ടിലേക്ക് കയറ്റി ഇരിക്കുന്നു. ഇല്ല ഞാൻ നിന്നോളാം. ഇരിക്കേ. ഞാൻ ഇരുന്നു. സീമ അന്നേരത്തിന് അപ്പുറം വന്നു. സീമേനെ കണ്ടു. സിനിമയിൽ കണ്ടു. സീമേനെ നേരിട്ട് കണ്ടു. ഓക്കെ, ഹാപ്പി. അമ്മയും വന്നു. ശശിയേട്ടൻ്റെ അമ്മയും. അമ്മേനെ എന്നിട്ട് ഞാൻ എന്നോട് ഒന്ന് റെസ്പെക്ട് ചെയ്ത് കൊടുത്തു. ഇതിന് ജിയോ പിക്ചേഴ്സിന്റെ ഓഫീസ് അറിയാം. ഞാൻ പറഞ്ഞ അറിയാം. എനിക്കറിയാം. നമുക്കറിയാത്ത ഓഫീസില്ല അവിടെ. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലേ. എക്സ്പ്രഷൻ പകുതി കൺട്രോൾ ചെയ്തു. ഓക്കെ. അങ്ങനെ ഞാൻ അവിടുന്ന് ഇറങ്ങി. അടുത്ത പടം ഈ ഗാനം മറക്കും ഞാൻ കണ്ടു കേട്ടോ. പറഞ്ഞു കുടിക്കാൻ വല്ല വേണം. ഒന്നും വേണ്ട. കുടിക്കാൻ എടുക്കട്ടെ ശിവ എന്നൊക്കെ ഞാൻ എല്ലാ ശശിയേട്ടൊന്നും വേണ്ട. എനിക്ക് ആകെ ഏതാണ്ടൊക്കെ പോയി. ഇനി എനിക്ക് ജിയോയിൽ ചെന്നാലേ സമാനാവുള്ളൂ. അവിടെ ചെന്ന വഴി ജിയോ ഓഫീസ് ഞാൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. അവിടുത്തെ മാനേജറായിട്ടിരിക്കുന്ന ജയിക്കപ്പ എനിക്ക് വേണ്ട ആളാ. ഞാൻ ചെല്ലുമ്പോ ഒക്കെ എന്നോട് കോടിയിലായിട്ട് പെരുമാറുന്ന ആളാ. ജോൺ ചേട്ടനകത്തുണ്ട് ജിയോ ചെല്ലുന്നത്. മോനെ എങ്ങനെയാ വിളിച്ചത്? ശശി വിളിച്ചായിരുന്നു. നമ്മൾ മീൻ എന്ന് പറഞ്ഞ സിനിമ തുടങ്ങുവാണ്. പുതിയ പടത്തിന്റെ പേര് മീൻ. മധു, ജോസ്, അന്നത്തെ ജയൻ ഒരു സൂപ്പർ ഹിറ്റ് അംബിക ഇമ്മിയാണ് അതിൻ്റെ അകത്തൊരു വേഷം പറഞ്ഞിട്ടുണ്ട്. അന്നേരം എപ്പോഴാ വരണ്ടേ, എന്നാ കൊല്ലത്തേക്ക് വരണ്ടേ, ഈ കാര്യങ്ങളെല്ലാം ജയിക്ക് ബന്ധപ്പെട്ടോളൂ. എന്നിട്ട് ഏകദേശം ആ മാസം പറഞ്ഞു. ആ ഡേറ്റ് ഒന്നും ഇപ്പോൾ ഓർമ്മയില്ല. ഇന്നത് മുതൽ ഇന്ന് വരെയുള്ളതാണ്. അതിൻ്റെ അകത്ത് കൂടി വന്നു കഴിഞ്ഞാൽ അന്നൊക്കെ സിനിമയ്ക്ക് പോകുമ്പോൾ ഇന്നത്തെ പോലെ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്തല്ല. ഇപ്പൊ നമുക്കൊരു 10 ദിവസത്തെ വർക്കാണെങ്കിൽ ആ പടം തുടങ്ങുന്നതിന്റെ സമയമായി കഴിയുമ്പോൾ അവിടെ മുതൽ നമ്മളങ്ങ് പോയി ജോയിൻ ചെയ്യുക. അത് ആ ശശിയേട്ടൻ്റെ ശശിയേട്ടൻ ഇന്നിപ്പോ എടുത്തോണ്ടിരിക്കുന്ന സീനിന്റെ അകത്ത് ചിലപ്പോ നമ്മൾ കാണില്ല. അങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോൾ ഇല്ല അവനെയും കൂടെ ഒന്ന് വരുത്തിയല്ലേ റൂമിൽ വിളി. അങ്ങനെ നമ്മൾ കൊല്ലത്തേക്ക് പോകേണ്ട സമയമൊക്കെ പറഞ്ഞു. ജേക്കബിനോട് അഡ്വാൻസ് മേടിച്ചോളാം. എനിക്കൊരു അഡ്വാൻസും വേണ്ട, ഒന്നും വേണ്ട. ദൈവം എനിക്ക് ഇന്ന് വരെ കുഴപ്പങ്ങളില്ല, വലിയ ഇതൊന്നുമില്ല. എനിക്ക് അഡ്വാൻസ്മെന്റ് ഒന്നും വേണ്ട. എനിക്ക് ഞാൻ ഞാൻ ഒന്നും പരിക്ക് വേണ്ട. ഞാൻ എന്നാ വരേണ്ട ബാക്കി കാര്യം. അങ്ങനെ ഞാൻ കൊല്ലത്ത് പോയി അഭിനയം തുടങ്ങി. വല്ലാത്തൊരു അനുഭവം അല്ലേ? കേട്ടിട്ട് പിന്നെ കണ്ടിന്യൂസ് കുറെ സിനിമകളാണ് ശശിയേട്ടൻ്റെ. പിന്നെ ഞാൻ വീട്ടിലെ
ബെഡ്റൂമിൽ വരിക. അങ്ങനെ ശശിയേട്ടൻ TV മേടിക്കുക. അന്നത്തെ VCP മേടിക്കണം. അന്നേരം മാസ്റ്റർ ബെഡ്റൂമിൽ അത് വെച്ചേക്കണം. അവിടെയൊക്കെ കയറി ഇരുന്ന് പടം കാണാം നമുക്ക്. അത്രയും സ്വാതന്ത്ര്യമായി. ചെന്ന് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്. അന്നേരം അങ്ങനെ ഞാൻ എന്തൊക്കെ പറഞ്ഞു പോയില്ലേ. അല്ല, വലിയൊരു ആ അനുഭവം. ഗേറ്റിന് വെളിയിൽ നിന്ന് ബെഡ്റൂമിലേക്ക് എത്തിയവരുള്ള കഥ ഉണ്ടല്ലോ, ഭയങ്കര രസമുള്ളത്. ഭയങ്കര രസകരമായിട്ട് പറഞ്ഞു പോയ കഥയാണ് കേട്ടോ ചേട്ടാ. അത് ആർക്കും അത് കേട്ടിരിക്കാനേ നമുക്ക് അല്ല, എല്ലാവരും കേട്ടിരിക്കുക. ഞങ്ങളെല്ലാവരും, ഞങ്ങൾക്ക് ഇഷാഖ് ഇങ്ങനെ ഇരുന്നു, മീരാമേടാണ് ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നു, എല്ലാരും അതിലേക്കാണ് കൊടുത്തത് നമ്മള്. അതൊരു കഥയാണ് ഇപ്പൊ പറഞ്ഞത്, അത് ജീവിത കഥയാണ് പറഞ്ഞത്. ഓരോ ഇങ്ങനെയുള്ള കുറെ ഇൻസിഡന്റുകളിലൂടെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അന്നേരം അവരുടെയൊക്കെ ഉള്ള ഒരു സ്നേഹവും അവരിൽ നിന്നൊക്കെ ഒരു കിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹവും ഒരു ഗുരുത്വവുമാണ് ഇപ്പോഴും എന്നെ നിലനിർത്തുന്നത്. ഇത് പറയുമ്പോൾ എനിക്ക് കുറേ പേരെ കുറിച്ച് പറയാനുണ്ട്. എൻ ശങ്കർ നായർ സാറാണ് എൻ്റെ ഗുരുസ്ഥാനീയനായിട്ടുള്ള ആൾ. ശരിക്കും എൻ്റെ സിനിമയിലെ എൻ്റെ ഗുരു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സിനിമയിൽ അഭിനയിച്ചുകൂടാ, അല്ലെ നിങ്ങൾ സിനിമയിൽ അഭിനയിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന കൊല്ലംകാരൻ ഒരു നിസാർ റഹീമാണ്, എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട്. നൗ ഈസ് നോ മോർ. പിന്നെ അടുത്ത ആളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഞെട്ടും. ഉമ്മൂക്കയാണ്, KP ഉമ്മർ. ഉമ്മൂക്കയാണ് എനിക്ക് എൻ്റെ പ്രൊമോട്ടർ. എനിക്കിതൊരു നീണ്ട ഇന്റർവ്യൂ വേണം കേട്ടോ, അല്ലേ? എന്നെ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ആള്. എനിക്ക് നീണ്ട ഒരു ഉമ്മൂക്കയുടെ മക്കളുടെ മക്കൾ ഇപ്പോഴും ഞാനുമായിട്ട് ബന്ധമുണ്ട്, ചെന്നൈയിലുള്ള. യെസ്, എനിക്കറിയാം അവരെ, എനിക്ക് കോൺടാക്ട്സ് ഉണ്ട്. അവരോട് ചോദിച്ചാൽ പറയും. ഇങ്ങനെ കൂടുതൽ ഇരിപ്പാണല്ലോ, മനസ്സിലായത്? ഇരിപ്പ് എന്നാന്ന് ചോദിച്ചാൽ നമ്മളിപ്പം ഇത്രയും വർഷം നമ്മളിങ്ങനെ ചെറിയ റോളുകളിലൂടെ ഇവിടം വരെയൊക്കെ എത്തി. ഇനി നമുക്ക് അഭിനയിക്കാൻ ഒരു സെറ്റിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഡയറക്ടർ, അതിൻ്റെ റൈറ്റർ, അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ, അതുമായി ബന്ധപ്പെട്ടവർക്ക് അവർ വന്ന് എന്നെ മീറ്റ് ചെയ്ത് അവർ ആ കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ എന്നെയും കൂടെ അങ്ങ് ഇൻസ്പയർ ആക്കിയില്ലെങ്കിൽ എനിക്കങ്ങ് ഇറങ്ങാൻ വിഷമമാണ്. ചെറുതായിക്കോട്ടെ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇപ്പം ഏതായാലും MGR എന്ന് പറയുന്ന പ്രതിഭ അറിയപ്പെടാനായിട്ട് അതിന് മുമ്പ് കുന്തവും പിടിച്ചുകൊണ്ട് പുറകെ നിന്നിട്ടുണ്ടെന്നാണ് പറയണത്. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിന്നിട്ടുണ്ടെന്ന് കഥ കേട്ടേക്കണം, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഒരിക്കലും ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഡിസ്റ്റൻസിൽ ഒരാൾക്കൂട്ടത്തിൽ മദ്രാസ് ഞാൻ താമസിക്കുന്ന കാലത്ത്. അദ്ദേഹം സിനിമയിൽ പേരെടുത്ത ഒരു ആക്ടറായി മാറുന്ന ഒരു 45-50 കഴിഞ്ഞതിന് ശേഷം. അന്നേരം എനിക്കിപ്പോ ഒരു 48 അല്ലേ ആയുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് പ്രതീക്ഷ ഇത് നമുക്ക് ഇരിക്കണം ചേട്ടാ, നമ്മൾ തമ്മിൽ ഇരിക്കുമ്പോഴത് അല്ലെ, ഈ ഇതിലെ മൂച്ചിലങ്ങനെ ഇരുന്നോ? അല്ല, നമ്മൾ എനിക്ക് നീണ്ടു പോകല്ല, നമുക്ക് നാളെ മറ്റന്നാളെ ഇരിക്കണം, എപ്പോഴും കിട്ടുള്ളൂ. ഞാൻ വീട്ടിലേക്ക് വരാം. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട് വലിയ പാടല്ലോ. അല്ല, എന്റെ ഒരു ടാഗ് ലൈൻ, എന്റെ ഒരു പ്രോഗ്രാം സിനിമയല്ല ജീവിതം എന്നും പറഞ്ഞു. അത് ഞാൻ ഇങ്ങനെ നീണ്ട കഥ, നമ്മൾ ഇന്റർവ്യൂ അല്ല, ഇങ്ങനെ സംസാരിച്ച് പോകുന്ന ഒരു സാധനമാണ്. ഞാൻ TG രവിയുടെ ഒരു ഇന്റർവ്യൂ എടുത്തപ്പം ചേട്ടനെ കുറിച്ച് കുറെ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. TG രവിയുടെ ഒരു ഇന്റർവ്യൂ എടുത്ത് അത് ഞങ്ങള് അരമണിക്കൂറൊന്ന് പോയി ഇരുന്ന ആ സാധനം ഞങ്ങൾ 3.5 മണിക്കൂർ എടുത്തു വീട്ടിൽ പോയിരുന്നു. കണ്ടു തോന്നുന്നു ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന്. എന്റെ ആ ടാഗ് ലൈനാണ് സിനിമയല്ല ജീവിതം, അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു പ്രോഗ്രാമാണ്. നമുക്കിത് എനിക്ക് സിനിമയാണ് ജീവിതം, പക്ഷെ പറയുന്നത് സിനിമയല്ല ജീവിതം. രണ്ട് രീതിയാണ്. പെർസ്പെക്റ്റീവാണ്. എന്റെ ജീവിതം സിനിമയാണ്, എന്റെ ജീവിതം. എന്നിപ്പോ ഞാനിവിടെ ഇരിക്കുന്ന ആരാണ്? ലാലുലക്സ് ഒരു മൂവി ആക്ടർ. തീർച്ചയായിട്ടും. അന്നേരം ആ സിനിമയാണ് എനിക്കെല്ലാം. അതിലേക്ക് നമുക്ക് പോകണം, നമുക്ക് വൈകാതെ എടുക്കണം, പിന്നെ മറന്നു പോകും ചേട്ടാ. അതൊക്കെ ഇപ്പൊ തന്നെ ഇഷ്ടം പോലെ കിട്ടിയില്ല. ഇനി അല്ല, അതല്ല, നമുക്ക് എന്തോരം പറയാണ്ട് ചേട്ടന്, ഓരോ കഥകൾ വരുന്തോറും നമുക്ക് ഇങ്ങനെ അല്ലേ, എന്നിട്ട് എന്തോരം പറയാനുണ്ടാ പറഞ്ഞുകൊണ്ടിരിക്കണേൽ എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു പാടിച്ച അത് ഞാൻ പിടിക്കില്ല. ഞാനത് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ വേറെ കാര്യങ്ങൾ ചെയ്യും ചേട്ടാ. ഞാൻ ആ സാധനം എടുത്തിട്ട് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചേട്ടൻ അയച്ചു തരും. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അല്ല, ഞാൻ സീരിയസ്ലി പറയണം. അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ലോങ് ഇന്റർവ്യൂ അയച്ചു കൊടുക്കും, എന്നിട്ട് കാണാൻ പറയും. കണ്ടിട്ട് അതിൽ എന്തെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ മാറ്റി കൊടുക്കും. ഇതാണ് ഞാൻ ചെയ്യുന്നത്. ലോങ് ഇന്റർവ്യൂ ചെയ്യുന്നത് അങ്ങനെയാണ്. സിനിമയുടെ ഇന്റർവ്യൂ അങ്ങനെയല്ല ചെയ്യണം. എന്തായാലും ഇപ്പൊ ഞാൻ കുറെ നേരം പറഞ്ഞു, അല്ല അതിലേക്ക് പോവാണ്. അപ്പം ഇതില് ചീഫ് എഡിറ്റർ ആയിട്ട് ജോലി ചെയ്യുന്നു, ഒരു മാഗസിന്റെ എഡിറ്റർ ആയിട്ടാണ് ജോലി ചെയ്യുന്നതാണ് ഞാൻ അറിഞ്ഞത്. ആ വേഷം ചേട്ടൻ പറഞ്ഞ പോലെ എന്നാൽ കഴിയുന്ന രീതിക്ക് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ഇനി പ്രേക്ഷകരാണ് വിധി എഴുതേണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. മീരാമേഡം നമ്മൾ 2 പ്രാവശ്യം തിരിച്ചു വരവ് എന്ന സമയത്തിൽ ഇന്റർവ്യൂ ചെയ്തിട്ട് ഇപ്പോഴാണ് കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. സീരിയലിലൊക്കെ അഭിനയിക്കാൻ പോയപ്പോഴും ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. അന്ന് കണ്ടതിൽ നിന്നും ഒത്തിരി മാറി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നും കൂടെ
വേറൊരു രീതിക്ക് ഗെറ്റപ്പിലാണ് ഇപ്പം മീര മാഡം ഉള്ളത്. ഒത്തിരി സന്തോഷം. എക്സ്പീരിയൻസ് നമ്മൾ കേട്ടല്ലോ, അതുപോലെ യാത്ര ചെയ്ത ജീവിത കഥകളുള്ള വ്യക്തി തന്നെയാണ്. ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലെ? അന്ന് വന്ന പോലെയല്ല മലയാള സിനിമകൾ. ഇതിലെ ക്യാരക്ടർ എന്താണ്, എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? ഇതില് മുഖ്യ വിഷയം எனக்கு தெரிஞ்ச வரைக்கும் இந்த கேரக்டர் ஒரு സ്ട്രോങ് ഒപ്പീനിയൻസ് ഉള്ള ക്യാരക്ടറാണ്. പിന്നെ സാറും അവർ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, അവർ എൻജോയിങ് സോളിറ്റ്യൂഡ്, ഹി എൻജോയ്സ് ഹിസ് സോളിറ്റ്യൂഡ്. ഒരുപാട് പേർക്ക് ഒറ്റപ്പെട്ടു പോയാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ അവരുടെ ക്യാരക്ടർ പടത്തിലും അവരുടെ ഈവൻ ആസ് ഹീ ഈസ് എക്സ്പ്രസിങ് ഹിംസെൽഫ്, പടത്തിൽ പോലും അതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. രണ്ടുപേരും ഭയങ്കര സ്ട്രോങ്ലി ഒപ്പീനിയനേറ്റഡ് ക്യാരക്ടേഴ്സ് ആണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ തമ്മിൽ പേഴ്സണലി അവർ ചേർന്നിട്ടില്ലെങ്കിലും പക്ഷെ പ്രൊഫഷണലി ദേ ഹാവ് ലോട്ട് ഓഫ് റെസ്പെക്ട് ഫോർ ഈച്ച് അതർ. ഒരുപാട് റെസ്പെക്ട് ഉള്ളവരാണ്. അത് തന്നെയാണ് പിന്നീടും പോയിട്ട് അവരെ ഒരുമിച്ച് ചേർക്കുന്നത് അല്ലേ? ദേ ഹാവ് ദ സെയിം വിഷൻ, സെയിം ഫോക്കസ്. ഒരു സ്ഥലത്തില് നമ്മള് എക്സ്പെക്ട് ചെയ്യുന്നത് മാൻ ഹാസ് ടു ക്യാരി ദി എൻറ്റയർ ബേർഡൻ. പക്ഷെ ചില സമയം ആ ബേർഡൻ പിക്കപ്പ് ചെയ്ത് തളർന്നു പോകും. അപ്പൊ അങ്ങനെ തളർന്നു പോകുന്ന ഒരു സമയത്തിലാണ് ദ വൈഫ് ഓർ ദ ബെറ്റർ ഹാഫ് ഓർ ദ സ്പൗസ് ഹാസ് ടു കം ആൻഡ് ഹെൽപ്പ് ടു ക്യാരി ദാറ്റ് ഓർ ടേക്ക് ദ സപ്പോർട്ട് ഓൾസോ. ചില സമയം എ വുമൻ ഓൾസോ ഹാസ് ടു ടേക്ക് ദാറ്റ് ആൻഡ് ക്യാരി ഓർ ഷീ ഹാസ് ടു സപ്പോർട്ട്. എങ്ങനെ തോളോട് ചേർത്തിട്ട് നമ്മൾ വി ഹാവ് ടു ഗോ അലോങ് ടുഗെദർ ആസ് ഫ്രണ്ട്സ്. സംടൈംസ് നമ്മൾ ഈ തിങ്സ് നമ്മൾ ഈ സൈഡിൽ ഒതുക്കിയിട്ട് ഈ ലോങ് ടേം ഫോക്കസ് ആക്കി വെച്ചിട്ട് വി ഹാവ് ടു ഗിവ് മോർ ഇമ്പോർട്ടൻസ്. ഈ റിലേഷൻഷിപ്പിന് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെറിയ ചെറിയ പിണക്കങ്ങൾ സൈഡിൽ മാറ്റി വെച്ചിട്ട് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകണം. സോ ഇമ്പം അതുപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ആണ്. നമ്മുടെ വ്യക്തമായ പേഴ്സണൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, ഡിസഗ്രിമെന്റ് ഒക്കെ ഒന്ന് സൈഡിലാക്കിയിട്ട് മെയിൻ തിങ്സിൽ ടു ദ ബിഗ് വിഷൻ ഓഫ് ലൈഫിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പോകണം. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ്. അതെനിക്ക് ഭയങ്കര ഞാൻ ഇഷ്ടപ്പെട്ടു. എനിക്കതിൽ ഐ ഗോട്ട് ടു വാച്ച് ഹിസ് പെർഫോമൻസ്. ഞങ്ങൾ ആക്ച്വലി ഒരു ആഡിലായിരുന്നു ഒരുമിച്ച് ഇതിനു മുൻപ് വർക്ക് ചെയ്തത്. തന്മാത്ര കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഒരു ആഡ് ചെയ്തു ഒരുമിച്ച്. അപ്പൊ അതിൽ അഭിനയിക്കാൻ ഒരുപാടില്ല അല്ലേ? അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ആ ഒരു വളരെ ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത്, അവരോട് ഒരു ഫ്രെയിമിൽ അഭിനയിക്കാനുള്ളത്. ആൻഡ് എനിക്ക് മലയാളം മാത്രം അറിയില്ല. ഇപ്പോ കുറച്ച് പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്, ഒരു 20% പ്രോഗ്രസ് ആയിട്ടുണ്ട് ആയാലും. പക്ഷെ നമ്മള് ഇതുപോലെ ലെജൻഡറി ആക്ടേഴ്സ് കൂടെ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്തല്ല നമുക്ക് എപ്പോഴും ഒരു ചെറിയ കുട്ടികൾക്ക് എക്സാം എഴുതാൻ പോകുന്ന ഒരു ചെറിയ നെർവസ്നെസ് ഉണ്ടാവല്ലോ, അതുപോലെ എപ്പോഴും ഉണ്ടാവും. വി ആർ ഓൾവേസ് വറീഡ്. നമ്മൾ കാരണം ഇതുപോലെ ഒരു പ്രൊഫഷണൽക്ക് ഒരു ടെക്നീഷ്യൻക്ക് എന്താ പറയാം ഡിസ്കംഫേർട്ട് ആവാൻ പാടില്ല ഒരു വിധത്തിലും. നമ്മൾ കാരണം ഒരു എക്സ്ട്രാ ടേക്ക്, നമ്മൾ കാരണം എന്ത് വിധത്തിലും ഒരു ഡിസ്കംഫേർട്ടേ വരാൻ പാടില്ല. സോ ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു നോട്ട് ഓൺലി ഡു മൈ ജോബ് ബട്ട് ഓൾസോ മേക്ക് ഹിം ഫീൽ that I'm not stupid. That I'm not stupid, right? That I'm also little bit of a good technician. And അത് കാണിക്കാനുള്ള ഒരു ചാൻസുമാണ് to show that see I can do a little bit and I hope that you like. ഞാൻ ചെയ്ത ആ വർക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടു ആൻഡ് കാണുന്നവരും അത് ഇഷ്ടപ്പെടും. ബിക്കോസ് അങ്ങനെയാണ് കെമിസ്ട്രി വരുന്നത്. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ആ കെമിസ്ട്രി വന്നാലേ ആ കെമിസ്ട്രി അവിടെ പോയിട്ട് ഓഡിയൻസ് കാണും, എന്നാലേ അത് കൺവിൻസിങ് ആവും, എന്നാലേ അവർക്ക് അതോടെ ഒരു അറ്റാച്ച്മെന്റ് തുടങ്ങും. അപ്പൊ ആ ഇമ്പം തന്നെ അവിടെയും ക്യാരി ഓവർ ആയി പോണം. അങ്ങനെ ഞങ്ങളുടെ ആ ഒന്നിച്ചുള്ള ആ കോമ്പിനേഷനിൽ ഒരു ഇമ്പം ഉണ്ടായി. ഇമ്പമായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ സീൻസ് ആയിരുന്നല്ലേ, നല്ല സീനുകളിലായിരുന്നു. ഇഷാദ് എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? ഈ പേര് ഭയങ്കര പേരാണ് കേട്ടോ. നമുക്ക് ആ പേര് അതുപോലെ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സിനിമ തിയേറ്ററിൽ ഇമ്പമാടും. ശ്രീജിത്ത് എന്ന് പറയുന്ന സംവിധായകനാണ് എന്നോട് എന്നൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് എന്നോട്. അപ്പൊ ഈ നേരത്തെ ലാൽചേട്ടൻ പറഞ്ഞ പോലുള്ള, ലാൽചേട്ടനെ ഫിക്സാണ്. എന്നോടൊരു ക്യാരക്ടറുണ്ട്, ലാൽചേട്ടനാണ് ഇത് ലീഡ് ചെയ്യുന്നത്, ദീപക് ഉണ്ട്, ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരികയാണ്, എന്നെ കാണാൻ വരികയാണ്. അപ്പൊ എനിക്ക്
സ്ക്രിപ്റ്റിനേക്കാളും ഒക്കെ ഇഷ്ടമാവുന്നത് അയാൾ സിനിമയെ സമീപിക്കുന്ന രീതിയാണ് അല്ലേ ലാൽ ചേട്ടാ? അയാൾ സിനിമ ഭയങ്കര അംബീഷൻ. അപ്പോൾ മലപ്പുറം മഞ്ചേരി ആണ്ടാണ് വീട്. ഒരു സിനിമ ഭയങ്കര പാഷനായിട്ടുള്ള ഒരാളാണ്. ഞാനിത് ഭയങ്കര വലിയ സംഭവം എന്നല്ല ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയം. പക്ഷെ അയാൾക്ക് അയാൾ ചെയ്യാൻ പോകുന്ന സിനിമയെ കുറിച്ച് നല്ല വിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ ആ ക്യാരക്ടർ ഭയങ്കര എനിക്ക് കൊതി ഉണ്ടാക്കുന്ന ഒരു പ്രേംരാജ് എന്നാണ് ഈ ക്യാരക്ടറിന്റെ പേര്. ഇപ്പൊ മിരച്ചിച്ച് മറ്റേ ലാൽചേട്ടനൊക്കെ പറയുന്ന പോലെ മേടൊക്കെ പറഞ്ഞ പോലത്തുള്ള ഒരു കാര്യമുണ്ട്, ഇവരെ ഒന്നിപ്പിക്കാൻ കാരണക്കാരൻ ഞാനാണ്. ഞാനിവരുടെ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് വേറെ കാര്യമില്ല. പക്ഷെ ഇവർക്ക് ഒന്നിക്കാൻ ഒരു പൊതുശത്രു ഉണ്ടായത് കൊണ്ടാണ് ഒന്നിക്കേണ്ടി വന്നത്. അപ്പൊ ഒത്തിരി നെഗറ്റീവ് ടച്ചുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു യൂത്ത് വിങ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഈ ഒരു യൂത്ത് വിങ് നേതാവാണ്. എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ്. ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ലാൽചേട്ടനായിട്ട് ഞാൻ 1-2 സിനിമകളിൽ ചെറിയ ഒരു സീൻ 2 സീനൊക്കെ ചെയ്തു വെച്ചതല്ലാതെ ഒരു മുഴുനീള വേഷം ചെയ്യാൻ ലാൽചേട്ടൻ്റെ അടുത്തൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള നിങ്ങളെ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഭയങ്കര സുഖം ഉണ്ടായിരുന്നു. കാരണം നമ്മളൊക്കെ കൊതിയോടെ കണ്ടിരുന്ന മനുഷ്യന്മാരാണ്. അപ്പൊ അദ്ദേഹമൊക്കെ ചെയ്തു വെച്ച പാതയത്തിലെ വേഷങ്ങളും മറ്റൊക്കെ ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മൾ എപ്പോഴും ഓർക്കുന്നത്. അപ്പൊ ആ മനുഷ്യന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക, ഒരുപാട് ഓപ്പോസിറ്റ് നിൽക്കുക, ത്രൂ ഔട്ട് വേഷം ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര കൊതിയുണ്ട് ആ സമയത്ത്. പിന്നെ ലാൽചേട്ടൻ കാണുമ്പോഴുള്ള ഇതുള്ളൂ ശുദ്ധ ഭയങ്കര കുഴപ്പക്കാരെന്നൊക്കെ പറയും. പക്ഷെ വളരെ കുട്ടികളുടെ ഹാൻഡിൽ വിത്ത് കെയർ ലാൽചേട്ടൻ അതൊക്കെ വിളിച്ച അപ്പലിയും മനസ്സ് പെട്ടെന്ന് അലിയല്ലേ. അത് നമ്മൾക്ക് മൂടോട്ടൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ തമാശ അങ്ങനെ വെറുതെ ഒരു തമാശ ഒക്കെ പറഞ്ഞിങ്ങനെ അടുത്തെത്തിക്കഴിഞ്ഞാൽ അതുവരെ അങ്ങനെ അപ്പൊ നമുക്ക് ആ നമ്പറുകളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ പെട്ടെന്ന് കയ്യിലെടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉള്ള എനിക്ക് ഭയങ്കര സുഖം ഉണ്ടായിരുന്നു ചെയ്യാൻ. എനിക്ക് ഒരു സമയത്ത് പോലും അയ്യോ ഈ മനുഷ്യൻ എന്താണ് ഈ കാണിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്നോട് താരതമ്യം ഞാൻ അദ്ദേഹത്തിനെ നോക്കുമ്പോൾ ഞാൻ വലിയ നടനുമല്ല, അല്ലെങ്കിൽ അധികം സീനിയോറിറ്റി ഇല്ല. അപ്പൊ നമുക്ക് എത്ര കംഫർട്ടാക്കാൻ പറ്റുന്നു അത്ര രീതിയിൽ ആ സീനുകളൊക്കെ എങ്ങനെ കയറി മോനെ അതങ്ങനെ അല്ലടാ ഒന്നും കൂടി നല്ല രീതിയിൽ ചെയ്യടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ലാൽചേട്ടൻ അല്ലേ? അല്ല, ഇർഷാദിനെ ഫസ്റ്റ് മീറ്റിംഗ് മുതലേ ഞങ്ങൾ തമ്മിൽ ഒരു മനസ്സിനൊരു സുഖ. VK പടത്തിലല്ലേ നമ്മള് തൃശ്ശൂർ വെച്ച് ഇവരെയും വേറൊരു പേരിട്ടിട്ടുണ്ട്. അത് പറയാൻ പറ്റില്ല, ഞാൻ തലക്കെട്ട് കൊടുക്കില്ല. അത് പിന്നെ അല്ലല്ല തലക്കെട്ടിന്റെ അല്ല, അത് വേറൊരു കാര്യം ഞാൻ പിന്നെ പറയാം. രസമായിട്ട് പറയും, പബ്ലിക്കിലില്ല. എന്റെ അടുത്ത് പറയും, എന്റെ അടുത്ത് പറയും, പബ്ലിക്കിന് പറയില്ല. ആ ഒരു നല്ല പേരാ എനിക്ക് തോന്നുന്നു. ഞങ്ങൾ തമ്മിൽ പിന്നെ ഈ സീനില് അല്ല ഈ സിനിമയിൽ കോമ്പിനേഷൻ സീനുകളൊന്നുമില്ല. അല്ല, ഈ പറഞ്ഞതുപോലെ നല്ലൊരു സിനിമയുടെ ഭാഗമാണ് അത്. ലാൽചേട്ടന്റെ ഒരു കൂടെ എന്നുള്ള കഥാപാത്രം അതൊരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ കഥാപാത്രം. ഞാൻ പറയില്ല, മമ്മൂക്കയുടെ കൂടെ ലാലേട്ടന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന അതേ സുഖവും അതേ സന്തോഷവും ഉണ്ടായിരുന്നു ലാൽചേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. സത്യമാണ്, ടു ബി ഹോണസ്റ്റ്, ഞാൻ സത്യം എന്തായാലും ഒരു സുഖം. ഞാൻ ഭയങ്കര സത്യമായിട്ട് സൂചിപ്പിച്ചിട്ട് എനിക്കൊന്നും കിട്ടാറില്ല. ഞാനത് ആ സുഖം എന്ന് പറഞ്ഞത് പോസിറ്റീവായിട്ട് പറഞ്ഞു. അതെ, പോസിറ്റീവായിട്ട് തന്നെ പറഞ്ഞ. പിന്നെ ഇവിടെ ഒത്തിരി സിനിമകൾ കണ്ടിട്ടില്ലേ ലാൽചേട്ടൻ? ഒത്തിരി സിനിമകളൊക്കെ കണ്ടിട്ടില്ല ആ സമയങ്ങളിലൊക്കെ? മലയാള സിനിമയിൽ വരുന്ന സമയം ഞാൻ ആക്ച്വലി മലയാളി അല്ല. അല്ല, ആ സമയത്ത് മലയാള സിനിമകൾ കണ്ടിട്ടില്ലേ? നമ്മൾ മലയാള സിനിമയിൽ അഭിനയിക്കുന്ന സമയങ്ങളിലൊക്കെ അങ്ങനെയൊന്നും കൂടുതൽ കണ്ടിട്ടില്ല. I'll be very honest, no. ഒന്നും കൂടുതൽ കണ്ടിട്ടില്ല എന്നുള്ളത് നമുക്ക്. പക്ഷെ എനിക്ക് അറിയാം who are the greats. ഇപ്പൊ ഈ മീര ലൊക്കേഷനില് ഫസ്റ്റ് ഡേ ഷൂട്ടിങ്ങിന് വന്നു ഞങ്ങളുടെ പടത്തില്. നമ്മുടെ ഇമ്പം എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ഡേ ഷൂട്ടിങ് വന്നു. മീരയാണെന്നൊക്കെ എനിക്കറിയാം, എന്നോട് പറഞ്ഞിരുന്ന ഡയറക്ടർ പറഞ്ഞു. ആ ക്യാരക്ടർ നമുക്ക് മീര വാസുദേവൻ. ഓക്കെ. അന്നേരം ഞാൻ മീര വന്നു. മീര അപ്പുറം ഇരിപ്പുണ്ട്, എന്നെ വിഷ് ചെയ്ത്, ഞാനും വിഷ് ചെയ്തു. അത് കഴിഞ്ഞ് ഇച്ചിരി എപ്പോഴും ഒരു എന്താ പറഞ്ഞേ, ചുമ്മാ അങ്ങനെ ഇരിക്കുന്ന ഞങ്ങൾക്ക് രണ്ടുപേർക്കോ അല്ലെ ഞങ്ങൾ ആരൊക്കെയോ ഇങ്ങനെ വേറെ ഷോട്ട് എടുക്കുമ്പോഴോ അല്ലെ വേറെ എന്തോ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഒന്നും മിണ്ടാതടിക്കുയിലേ കണ്ണനുണ്ണി ഉറങ്ങണം. എന്നതിൽ മീര എന്നെ നോക്കി, ഞാൻ നോക്കി. ഫസ്റ്റ് മനസ്സിലായി. ആ സീനൊക്കെ എന്നതാ അല്ലേ?
അവർ തമ്മിലുള്ള ആ സിനിമ പിന്നെ ഭയങ്കരല്ലേ, ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു എന്താ ഒരു സോങ് അല്ലേ അത്. അത് ഓർത്ത് വെച്ച് ആ സമയത്ത് പാടിയതുകൊണ്ടാണ്. അന്നേരം ഞാൻ പറയാം, ഇപ്പൊ ഓർത്തപ്പോ അതങ്ങ് പറയായില്ലേ. അന്നേരം ഓരോരുത്തരും നമ്മൾ അങ്ങനെ ഓരോ മനസ്സിൽ, ഇപ്പം കമൽ ഹാസൻ എന്ന് പറയുന്ന പ്രതിഭ, അതല്ല ഉലക നായകൻ. എനിക്ക് ഏറ്റവും വലിയ പല പടങ്ങളും ഒന്നും ഞാൻ മിസ് ചെയ്യില്ല. മദ്രാസിലായിരുന്ന കാലത്തും ഇപ്പോഴും ഒന്നും മിസ് ചെയ്യല്ല. ഒരു സിനിമയും ഞാൻ മിസ് ചെയ്യില്ല. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ സിനിമയും ഞാൻ കണ്ടു കഴിഞ്ഞു. എനിക്ക് പടം ഉണ്ടോ, ഞാൻ ഷൂട്ടിങ്ങിന് പോകണ്ടോ എന്നുള്ളതല്ല വിഷയം. എല്ലാ സിനിമയും ഞാൻ കണ്ടോണ്ട് തന്നെ ആയിരിക്കണം. മനസ്സിലായില്ല. അന്നേരത്തേനും ഇതിന്റെ അകത്ത് നിങ്ങളൊരു ഷൂട്ട് എനിക്ക് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇനി ഒരു ഇൻസിഡന്റ് ഞാൻ പറയാം. നിങ്ങൾ നായകൻ എന്ന് പറഞ്ഞ സിനിമ കാണണേ, ഇനി വീണ്ടും കാണണം. നായകൻ എന്ന് പറഞ്ഞ സിനിമ കണ്ട് ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ വെടിയേറ്റ് മകളങ്ങ് പോയി കഴിഞ്ഞാൽ ഈ മോളിൽ ഇദ്ദേഹം എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ ഉണ്ട്, കണ്ടു നോക്കണം. പിന്നെ അതുപോലെ അങ്ങനെ ഓരോന്നാ നമ്മൾ ഓർക്കണേ എന്ന് പറയുന്ന പോലെ നമ്മള് എന്റെ മനസ്സിലെ സ്പർശിച്ചിട്ടുള്ള സീനുകളിൽ ഒന്നാണ് ഈ പറയുന്ന ആ സിനിമയിലെ ഈ പറയുന്ന ഈ ഇൻസിഡന്റുകൾ. പക്ഷെ അത് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോഴാണ്. ഇപ്പൊ ഇർഷാദിനെ ഞാൻ ഈ അടുത്ത കാലത്ത്, ഞാനത് പേര് മറന്നുപോയി, ഇർഷാദിനെ ഞാൻ വിളിക്കണം എന്ന് വെച്ചാൽ ഞാൻ വിട്ടുപോയി. ഇർഷാദിന് ഈ അടുത്ത കാലത്ത് ഒരു നല്ല വേഷം ഞാൻ കണ്ടു. അന്നേരം എനിക്ക് സന്തോഷം തോന്നി. അതുപോലെ തന്നെ പുതിയ സിനിമകളിലും പുതിയ പിള്ളേരും ഞാൻ ഇന്നുവരെ കാണാത്ത എത്രയോ ആക്ടേഴ്സും എത്രയോ നടന്മാരും നടികളും പുതിയതായിട്ട് വന്ന് ഒരു സീന് 3 സീനിലൊക്കെ സ്കോർ ചെയ്തെന്ന് ഇവരൊക്കെ ഒന്ന് കാണുമെന്ന് വിഷ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഇന്ന സിനിമ കണ്ടു, നിങ്ങളുടെ വർക്ക് നല്ലതാണ് എന്ന് പറയും. എത്ര നടന്മാരാണ്, എത്ര നടിമാരാണ് അതില് ത്രൂട്ട് വന്നേക്കണവരും ഒക്കെ ഓഫ് കോഴ്സ്. അതല്ലാതെ ഒരു സീനിൽ വന്നിട്ട് ഞെട്ടിച്ചു കളഞ്ഞു പോകുന്ന ഒത്തിരി പേരുണ്ട്. കൃത്യമാണ്, ഒത്തിരി പേരുണ്ട് അങ്ങനത്തെ. ഇപ്പൊ അതാണ് ഈ പുതിയ തലമുറയോടുള്ള എന്റെ ഏറ്റവും വലിയ ബഹുമാനം. അതാണ് പുതിയ തലമുറയിലെ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും പ്രൊഡ്യൂസേഴ്സിനോടും ഉള്ള ഏറ്റവും വലിയ. അതൊക്കെ അവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരൊക്കെ ഏതായാലും ഇവരാരും ഇത്രയും നല്ല ബെസ്റ്റ് പെർഫോമൻസ് വെക്കണമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തിയേക്കണമെന്നല്ല. വർഷങ്ങളായ സ്റ്റേജിലൂടെ അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമൻസിലൂടെ അല്ലെങ്കിൽ എന്താ പറയുക ഓരോരോ കാര്യങ്ങളിലൂടെ ഇവര് വായിച്ച് പഠിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ അതുപോലെ ത്യാഗം അനുഭവിച്ച് വേദന അനുഭവിച്ച് വിഷമം അനുഭവിച്ചിട്ട് ഇപ്പൊ ഇവർക്ക് ഒരു ചാൻസ് കിട്ടിയേക്കണമെന്ന് അവരെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എന്നാലും അവർ സ്കോർ ചെയ്യുക. അന്നേരം അങ്ങനെയുള്ളവരെ തേടിയെടുത്ത് അവസരങ്ങൾ കൊടുക്കുന്ന ആ ഡയറക്ടേഴ്സും ആ റൈറ്റേഴ്സും ആ പ്രൊഡ്യൂസർ ആ ക്രൂവിനെയാണ് എനിക്ക് എപ്പോഴും ബഹുമാനം തോന്നുന്നത്. കാരണം അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആണ് പലരുടെയും വന്നേക്കണത്. ഇപ്പൊ പേരെടുത്ത് പറയണമെങ്കിൽ നമ്മൾ ഇനി ഇരിക്കണം. വീണ്ടും ഞാൻ ആ സിനിമ കാണുമ്പോൾ ഞാൻ പറയാം ദൈവൻ. എന്നാൽ ഇപ്പൊ എന്നോട് ചില ഡയറക്ടേഴ്സ് എനിക്ക് വന്ന് എന്നോട് കഥയൊക്കെ പറയുമ്പോൾ ഇന്ന റോൾ നമ്മൾ ഇന്നതാ ഇന്ന ആളാ ചെയ്യണം, അല്ലെ ഇന്ന ആക്ട്രസ് ആണ്, അല്ലെ ഇന്ന ആക്ടറാണ് എന്നോട് പറയും. പേര് എന്നാലും ഞാൻ ഇന്ന പടത്തിലുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ ഫോട്ടോ ഒന്ന് കാണിക്കാമോ, ഉടനെ അവര് മൊബൈലിൽ യെസ് ഹി ഈസ് ഗുഡ്, അല്ലെ ഇവിടെ പിടിക്കുക. എല്ലാരും പേരോർത്തിരിക്കില്ല. ആ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ആ കഥാപാത്രങ്ങൾ മനസ്സിലുണ്ടാവും. കോമഡി സെൻസ് ഉണ്ട് മുകേഷ് പറഞ്ഞത്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നടന്മാരും നടികളും തമ്മിൽ കൂട്ടിയിടിച്ച് 3-4 പേര് ഇപ്പൊ മരിച്ചു പോയെന്ന് ഈ അടുത്ത കാലത്ത്. അത് ഏത് രീതിക്കുള്ള കോമഡി? അതായത് അത്രയും നടന്മാരും നടികളും ഇവിടെ ഉണ്ട്. പറഞ്ഞേക്കണല്ലേ? അല്ല, ഓർത്തിരുന്ന ഒരു സീൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? പാട്ടുപാടി കേൾപ്പിച്ചില്ലേ? അത് ഓർത്ത് വെച്ചിരിക്കുകയാണ്. മീര മേഡത്തിനെ കാണുമ്പോഴാണ് ഓർമ്മയിൽ വന്നതെന്നുള്ളതാണ്. ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഹി ഫീൽസ് ലൈക്ക് ദാറ്റ്. ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ. See, the best thing about great people is അവർ ഭയങ്കര സിമ്പിൾ ആണ്. എസെൻഷ്യലി അവർ ഭയങ്കര സിമ്പിൾ ആണ്. അതാണ് ഞങ്ങൾക്ക് ഇത്ര ഈസി ആയിട്ട് അവരെ കയ്യിലെ കിട്ടാത്തത്. ബിക്കോസ് ദേ ലൈക്ക് ദ സിമ്പിൾ ലൈഫ്. അവർക്ക് വെറുതെ ഈ കോംപ്ലക്സിറ്റീസിൽ ഒരു എൻജോയ്മെന്റ് ഇല്ല. ആൻഡ് ദാറ്റ് ഇസ് സംതിങ് ഡെഫിനറ്റ്ലി ടു വാച്ച് ആൻഡ് ലേൺ. അത് all the great actors. I have been very fortunate in ഒരുപാട് നല്ല ടെക്നീഷ്യൻസ്, ഒരുപാട് നല്ല ഗ്രേറ്റ് ആർട്ടിസ്റ്റിനോട് അഭിനയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്രം ബോംബെ ടു തമിഴ് ടു തെലുഗു, എല്ലാത്തിലും, മലയാളത്തിലും ഫൈനലി. അത് ഈ കണ്ട സെയിം ക്വാളിറ്റിയാണ് എല്ലാവരിലും. ദ ഗ്രേറ്റർ ദേ ആർ, ദ സിംപ്ലർ ദേ ആർ, ദ മോർ ഹംബ്ലർ ദേ ആർ. സോ നമുക്ക് അവരെ കാണുമ്പോൾ വി ഡോണ്ട് ഹാവ് ടു സ്പീക്ക് എനിത്തിങ്. വി ഹാവ് ടു സ്റ്റേ ക്വയറ്റ്. നമ്മൾ வாய மூடிட்டு இருக்கணும் நாம. ஏன்னா அவங்க பேசுறதுக்கு நிறைய இருக்கு, அது கேட்கணும். அதை கேட்டாதான் நாம பெட்டர் டெக்னீஷியன்ஸ் ஆகலாம்.
അല്ല എനിക്ക് തമിഴ് വന്നു, പക്ഷെ ലാൽചേട്ടൻ ഒത്തിരി തമിഴ് പറയുമല്ലോ. ചെന്നൈയിലുള്ള ജീവിതമല്ലേ? എന്താ പറയണത് പറഞ്ഞ അവിടെ പോയി അങ്ങേ പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങി ഇങ്ങേ വാ, അറിയാം. ചെന്നൈയിൽ അത്ര നാളെ ജീവിച്ചിട്ടാ. ബാക്ക് എഞ്ചിൻ ഓട്ടോ സൈഡ് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ തമിഴ് സിനിമ എനിക്ക് ഭയങ്കര, തമിഴ് സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പറഞ്ഞ ഡയലോഗാണ്, ഇങ്ക പോയി സിഗരറ്റ് വാങ്ങി ഇങ്ക വാ. ഈ പറഞ്ഞതുപോലെ ഇപ്പൊ മലയാള സിനിമയിലേക്ക് തിരിച്ച് വീണ്ടും വരികയാണ് അല്ലെ? ഒന്ന് വന്ന് പിന്നെ ഇടയ്ക്ക് വെച്ച് സിനിമകൾ ഇല്ലാതെയായി വീണ്ടും സിനിമയിലേക്ക് ആക്റ്റീവ് ആണ്. സിനിമയിലേക്ക് സജീവമാകുമല്ലേ മലയാള സിനിമയല്ലേ നമുക്ക്? ഡെഫിനറ്റ്ലി. താമസിക്കുന്നതൊക്കെ കേരളയിൽ തന്നെയാണ്, കൊച്ചിയിലാണ് താമസിക്കുന്നത്. എന്റെ കേരളം ശരിക്കും പറഞ്ഞ എന്റെ മോനും പഠിക്കുന്നത് ഇവിടെ തന്നെയാണ്, കേരളയില്. പിന്നെ മാമ്പഴ സാറിന്റെ സെക്കൻഡ് പടമാണ് ഇത്. ആക്ച്വലി ഇതാണ് ആദ്യം വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് കിറുക്കൻ എന്ന് പറഞ്ഞ പടം ചെയ്തത്. അത് ഓൾറെഡി റിലീസായി, നന്നായി ചെയ്തിട്ടുണ്ട്. സോ പോകുന്നുണ്ട്, ഗോയിങ് ഓൺ. പക്ഷെ ചെയ്യുന്ന ഏഷ്യാനെറ്റിന്റെ ചെയ്യുന്ന ആ ഷോ ആണ് ഒരുപാട് കൂടുതൽ മൈലേജ് കിട്ടിയത്. അതാണ് അത്. പിന്നെ അങ്ങനെ ഒരു ഫീലിംഗ് വീണ്ടും മീര എന്നൊരു ആക്ടർ ഇവിടെ ഉണ്ട് എന്ന് അറിയിച്ചത് ആ സീരിയലിലാണ്. ഒരു മാറ്റമില്ല. അതിന് കിട്ടിയ ആ മൈലേജ് ആണ് ഇറ്റ്സ് മോർ പ്രോമിനന്റ്. പിന്നെ അതുപോലെ മലയാള സിനിമകൾ വരട്ടെ അല്ലെ? തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഒരു നല്ല പ്രൊഡ്യൂസറും കൂടിയാണ് അല്ലെ? പിന്നെ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഞാൻ ശരിക്കും പ്രൊമോട്ട് ചെയ്ത സിനിമയാണ്. അദ്ദേഹം ഇന്ന് അന്നേ തന്നെ കേട്ടപ്പോഴും ആരുമില്ലാത്തപ്പോ എന്റെ കൂടെ എന്ന വ്യക്തിയാണ് ഹൈദരലി എന്നോട് ഇന്ന് പറഞ്ഞ ആരാണ്. ആ സിനിമ റിലീസ് ചെയ്തപ്പോൾ ഞാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്ത് കൊടുത്താണ് അദ്ദേഹത്തിന്. നല്ല പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ കൃത്യമായാണ്. നമ്മുടെ പേയ്മെന്റിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഷൂട്ട് കഴിയുന്നു, കൃത്യമായിട്ടത് അക്കൗണ്ടിൽ വന്നിരിക്കും, അതിന് കൃത്യമായ പുള്ളി മെസ്സേജ് അയച്ചിരിക്കും, ആ സ്ക്രീൻഷോട്ട് അയച്ചു. അങ്ങനെ വളരെ എന്തുകൊണ്ടും നല്ല പ്രൊഡ്യൂസറാണ്. തീർച്ചയായിട്ടും എന്തുകൊണ്ടും നല്ല പ്രൊഡ്യൂസർ, നല്ല സിനിമ, ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. സിനിമയെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരാൾ, നല്ല ധാരണ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ സിനിമ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ലാലു അലക്സ് ചേട്ടനൊക്കെ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഇന്ന് ഈ ഇന്റർവ്യൂവിൽ ഇരിക്കുന്നത്. അത് സിനിമയെ ഇഷ്ടപ്പെടുന്നു, ഇവരെല്ലാം ഇഷ്ടപ്പെടുന്നു. അപ്പൊ സിനിമയെ ഇഷ്ടപ്പെടുന്നവർ തിയേറ്ററിൽ പോയി തന്നെ കാണണം. നിങ്ങൾ പോയി സിനിമ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം പറയാം. സിനിമ കാണാതെ ഒരു സിനിമയെ കൊല്ലരുത്. സിനിമ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാനുള്ള അവകാശം ജനാധിപത്യ രാജ്യത്തിൽ നമുക്കുണ്ട്. മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാം. പക്ഷെ കാണാതെ സിനിമയെ കൊല്ലുന്ന നിലയിലുള്ള പ്രവണത മാറ്റണം. ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന നിലയിൽ നിന്നും നിങ്ങൾ മാറണം. ഒരാൾ അഭിനയിക്കുന്ന സീൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കെതിരെ പോരാട്ടത്തിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ എൻ്റെ കൂടെ കൈകോർക്കാൻ ഒത്തിരി ആളുകളുമുണ്ട്. ആ പോരാട്ടം തുടരുകയും ചെയ്യും. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ചേട്ടാ, ഈ സിനിമ ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് 25, 50, 100 ദിവസം ആഘോഷിക്കാനുള്ള ഭാഗ്യവും പ്രേക്ഷകർ തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതെ, നമുക്കും പറയാനുള്ള പ്രേക്ഷകരുടെ അത് തന്നെയാണ്. ഒരു സൂപ്പർ സ്റ്റാർ സിനിമയൊന്നും അല്ല ഇത്. ഇതൊരു ചെറിയ സിനിമയാണ്. ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർ ലാലുചേട്ടൻ എന്നെ ഞാൻ ഇതിൻ്റെ അകത്തൊരു നല്ല വേഷം ചെയ്തു എന്നും അങ്ങനെ ചെയ്യാൻ ഒരു അവസരം കിട്ടിയെന്നുണ്ട്. അല്ലാതെ അതിൽ കൂടുതലൊന്നും ഇല്ലെന്നേ. അതിൽ കൂടുതലൊക്കെ സാധനമുണ്ട്. പക്ഷെ അത് എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഓർക്കണം. ഇപ്പൊ ഇർഷാദ് തന്നെ കോംപ്ലിമെന്റ്സിനെ സല്യൂട്ട് ചെയ്തുകൊണ്ടല്ലേ അതിനെ അപ്രിഷിയേറ്റ് ചെയ്ത് ഞാൻ പറയുവാണ്. അന്നേരം ഉണ്ട്, ഇല്ല എങ്കിൽ ഇങ്ങനെ വരില്ലല്ലോ, നിൽക്കുകയല്ല. അന്നേരം ഈ ഉണ്ട് എന്ന് ഈ കേരളത്തിലെ ജനങ്ങളും ഇതുവരെ എന്നെ സഹകരിപ്പിച്ചിട്ടുള്ള എൻ്റെ ഡയറക്ടേഴ്സും എൻ്റെ സിനിമയിലുള്ള എന്നെ സഹകരിപ്പിച്ചിട്ടുള്ള എല്ലാവരും, പിന്നെ ഓരോരുത്തരുടെ പേര് പറഞ്ഞ എല്ലാവരും, അന്നേരം അവർക്ക് എനിക്ക് തന്നിരിക്കുന്ന ഓരോ അവസരങ്ങൾ ഇതുവരെ കുഴപ്പമില്ലാതെ ഗുഡ് എന്ന് പറയിപ്പിച്ച് എനിക്ക് പോകാനൊരു അവസരം അവരൊരുക്കി തന്നു. അന്നേരം ഒരു കാര്യം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി, ലാലു അലക്സ് എന്ന് പറയുന്ന ആക്ടറിന്റെ ഒരു 40% ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. മനസ്സിലായി. ഇനി ബാക്കിയുള്ളത് എടുക്കണമെങ്കിൽ എടുക്കാൻ അതിന് മനസ്സുള്ള, അത് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അതൊരാവശ്യമാണ്, അല്ലെ അത് അങ്ങനെ കൊണ്ടുവരണം എന്ന് പറയുന്ന കുറെ ഡയറക്ടേഴ്സും കുറെ പ്രൊഡ്യൂസേഴ്സും കുറെ റൈറ്റേഴ്സും വിചാരിക്കണം.